പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 9 കുറയ്ക്കുന്നതിനുള്ള ബില്ല് ഇറാഖ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇത് ഇറാഖിൽ നിന്നുള്ള പുതിയൊരു വാർത്തയാണ്. നിങ്ങളും കണ്ടു കാണും. പെൺകുട്ടിയുടെ വിവാഹപ്രായം 9 വയസ്സാക്കി ചുരുക്കുന്നു ഇറാഖ്. ആൺകുട്ടിയുടെ വിവാഹപ്രായം 15 വയസ്സ്. 9 വയസ്സെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളൊക്കെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊച്ചുകുട്ടികളെയൊക്കെ വിവാഹം ചെയ്ത് വിടാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരികയാണ് ഇറാഖ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾ, നമ്മുടെ നാട്ടിലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ ആ പ്രായം 15 ആണ്. അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു കൊച്ചുകുട്ടിയെ അല്ലെങ്കിൽ ഒരു കൊച്ചു പയ്യനൊക്കെ കല്യാണം കഴിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം കൊണ്ടുവരുന്നു ഇറാഖ്. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ്? ആ നൂറ്റാണ്ടിൽ നിന്നൊന്നും ഇതുവരെ ഓട്ടോറിക്ഷ പോലും കിട്ടാത്ത ടീമൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളും നമുക്ക് മനസ്സിലാകും. അതേസമയം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്താണെന്ന് നമുക്ക് ഇടയ്ക്ക് ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കിട്ടുന്ന അവകാശങ്ങളൊക്കെ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ അടുത്ത കാലത്ത് വലിയ വിവാദമുണ്ടായ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ പെൺകുട്ടിയുടെ വിവാഹപ്രായം ഉയർത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത. നമ്മുടെ സംസ്ഥാന സർക്കാരും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ എതിർക്കുന്നതും കണ്ടു. ഈ വനിതാ ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളൊക്കെ അതിനെ എതിർക്കുന്ന കണ്ടു. എന്തിനു വേണ്ടിയാണ് പെൺകുട്ടികൾക്ക് വിവാഹപ്രായം ഉയർത്തി കൊടുക്കുന്നത്? അത് അവർക്ക് അമിത സ്വാതന്ത്ര്യം ലഭിക്കലേ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിലേക്ക് പോയില്ലേ എന്നുള്ള രീതിയിൽ അവർക്ക് ആശങ്കപ്പെടുന്നതും കണ്ടു. 21 വയസ്സെന്നൊക്കെ പറയുന്ന നേരത്തെ അവർ ഡിഗ്രി കഴിയുന്ന പ്രായം മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ട് കിട്ടേണ്ട ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയാണ് ഡിഗ്രി. അത് കിട്ടേണ്ട പ്രായമൊക്കെ ആവുന്നുള്ളൂ 21 വയസ്സ് എന്നൊക്കെ പറഞ്ഞു. ആ 21 വയസ്സാകുമ്പോഴത്തേന് ഏകദേശം പക്വതയിലേക്ക് എത്തുന്ന ഒരു പ്രായം. അപ്പോൾ ആ പ്രായത്തിലേക്ക് നമ്മുടെ സർക്കാർ 21 വയസ്സിലേക്ക് വിവാഹപ്രായം പെൺകുട്ടികളെ ഉയർത്തുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം മാത്രം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വലിയ രീതിയിൽ ആൾക്കാർ എതിർക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും എന്നുള്ളതാണ് കോമഡി. 2017 ഞാൻ ഈ പറയുന്നത് അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടാണ്. 2017 UN റിപ്പോർട്ട് പ്രകാരം 27% ഇന്ത്യൻ പെൺകുട്ടികളും 18 വയസ്സ് തികയുന്നതിന് മുമ്പ് വിവാഹിതരാകുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം വിവാഹപ്രായം 21 ആക്കി നിയമനിർമ്മാണം വരുമ്പോൾ അതിൽ നിന്നും എന്തെല്ലാം മാറ്റം വരും? പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി കിട്ടും, ആ പ്രായത്തിലേക്കൊക്കെ വരും എന്ന് ബേസിക് ആയിട്ട് കോമൺ സെൻസ് ഉള്ളവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ കുറേ ആൾക്കാർ എന്തായാലും ഇതിനൊക്കെ എതിർക്കാൻ കാണും. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം 18 നിന്നും 21 ഉയർത്താനുള്ള നിർദ്ദേശത്തിൽ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഈ നീക്കത്തെ യഥാർത്ഥ ദുരന്തത്തിലേക്ക് നയിക്കുന്ന വനിതാ അവകാശ പ്രവർത്തകർ ഭയപ്പെടുന്നു. ആരാണ് അവകാശ പ്രവർത്തകരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം, അവർക്ക് അമിത സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന ഡയലോഗ് അടിക്കുന്ന ടീമൊക്കെയാണ് എന്നുള്ളതാണ്. നിലവിൽ പുരുഷന്മാരുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം 21 സ്ത്രീകൾക്ക് 18 ക്യാബിനറ്റ് അംഗീകാരത്തിന് ശേഷം 2006 ശൈശവ വിവാഹ നിരോധന നിയമത്തിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവരാനും തൽഫലമായി സ്പെഷ്യൽ മാരേജ് ആക്ടിലും 1955 ഹിന്ദു മാരേജ് നിയമം പോലുള്ള വ്യക്തി നിയമത്തിലും ഭേദഗതി കൊണ്ടുവരാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിർദ്ദേശം പരാമർശിച്ചു. പെൺകുട്ടികളുടെയും സഹോദരിമാരുടെയും ആരോഗ്യത്തെക്കുറിച്ച് സർക്കാർ നിരന്തരം ശ്രദ്ധാലുവാണ്. പെൺകുട്ടികളെ പോഷകാഹാരക്കുറവിൽ നിന്നും രക്ഷിക്കാൻ ശരിയായ പ്രായത്തിൽ അവരെ വിവാഹം കഴിക്കേണ്ടത് അനിവാര്യമാണെന്നും മോദി പറഞ്ഞു. ഈ വർഷം ആദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയിൽ നിന്നുള്ള 100 കണക്കിന് പെൺകുട്ടികൾ വിവാഹപ്രായം 18 നിന്നും 21 ആക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മോദിക്ക് കത്തെഴുതിയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഫെഡറൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ തീരുമാനം പ്രധാനപ്പെട്ടതാണെന്ന് പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇന്ത്യ കൂടുതൽ പുരോഗമിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ നേടാനുള്ള അവകാശങ്ങളും തുറക്കുന്നു, അവർ പറഞ്ഞു. മാതൃമരണനിരക്ക് കുറയ്ക്കേണ്ടതും പോഷകാഹാര നിലവാരം മെച്ചപ്പെടേണ്ടതും അനിവാര്യമാണ്. മാതൃത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ചുള്ള മുഴുവൻ പ്രശ്നവും ഈ വെളിച്ചത്തിൽ കാണേണ്ടതുണ്ട്. വിഷയം പരിശോധിക്കാൻ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചപ്പോൾ അവർ പറഞ്ഞു. ആരോഗ്യം, നിയമം, വനിതാ ശിശു വികസന മന്ത്രാലയങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുള്ള ഉയർന്ന തലത്തിലുള്ള ടാസ്ക് ഫോഴ്സ് നിർദ്ദേശത്തെ പിന്തുണച്ചു. ഒരു സ്ത്രീക്ക് അവരുടെ ആദ്യത്തെ ഗർഭകാലത്ത് കുറഞ്ഞത് 21 വയസ്സ് ഉണ്ടായിരിക്കണമെന്ന് ശുപാർശ ചെയ്തു. അപ്പം ഇതുപോലുള്ള വാർത്തകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്നത്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ, അവരുടെ ആരോഗ്യം എന്നുള്ള രീതിയിലെല്ലാം പരിഗണിച്ച് നമ്മുടെ രാജ്യം അവരുടെ വിവാഹപ്രായം ഉയർത്തുമ്പോൾ ചില കോണുകളിൽ നിന്നൊക്കെ വലിയ വിമർശനമൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന നാട് എന്ന് പറയുന്നത് എത്ര സ്വാതന്ത്ര്യം കിട്ടുന്നു, എത്ര സ്ത്രീകളെ കുട്ടികളെ പരിഗണിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇറാഖ് പോലുള്ള നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ ചിന്താഗതിയുള്ള ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്ക് കാണേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 21 വയസ്സാക്കി ഉയർത്തുക എന്ന് പറയുന്നത് അവർക്ക് പഠിക്കാനുള്ള സ്പേസ് കിട്ടും, അവർക്ക് ആരോഗ്യം, പോഷകാഹാരം, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ ചില പ്രത്യേക കണ്ണിലൂടെ വിമർശിക്കുന്ന ആൾക്കാരും നമ്മൾക്കിടയിലുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇപ്പം വന്നിട്ട് പറയും, നീ എന്തിനാണ് ഇറാഖിനെ പറ്റിയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. ഇറാഖിലെ കാര്യമൊക്കെ എന്തിനാണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ നമ്മൾ ഉക്രൈനെ പറ്റിയും റഷ്യയെ പറ്റിയും ഫലസ്തീനെ പറ്റിയും ഇസ്രായേലിനെ പറ്റിയും ചർച്ച ചെയ്യാമെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളും നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ നാടിൻ്റെ വില ഇതുപോലുള്ള വിഷയങ്ങളിലാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. താങ്ക് യു.